ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള പൊട്ടാറ്റോ മസാല റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം വലുപ്പത്തിൽ സവാള ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് 2 പൊട്ടാറ്റോ എടുക്കാം. അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. നമ്മളിത് വേകാൻ വേണ്ടി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, പിന്നെ വെന്ത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളർ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരണം. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതലൊന്നും ഇല്ല കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും ഒരു നുള്ള് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കിട്ടി. നല്ലൊരു സ്മെല്ലൊക്കെ ഈ സമയത്ത് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർക്കണ്ടില്ല കേട്ടോ. അടിപൊളി പൊട്ടാറ്റോ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.